അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് പ്ലാൻ ഇന്ത്യൻ ഫാർമ സെക്ടറിനെയും ഓട്ടോ സെക്ടറിനെയും പ്രതികൂലമായി ബാധിച്ചു. ഈ പ്രതികൂലാവസ്ഥ IT സെക്ടറിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും മുന്നറിയിപ്പ് നൽകുന്നു. US-ൽ നിന്നുള്ള മാക്രോ എക്കോണമിക് പ്രതിസന്ധികൾ ഇന്ത്യൻ IT സർവീസ് കമ്പനികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല മുൻനിര ഗ്ലോബൽ ബ്രോക്കേജുകളും മുന്നറിയിപ്പ് നൽകുന്നത്. ഗോൾഡ്മാൻ സാച്സ് IT സെക്ടറിലെ പല സ്റ്റോക്കുകളുടെയും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ IT സെക്ടറിലെ തന്നെ LTI Mindtree എന്ന സ്റ്റോക്കിൻ്റെ റേറ്റിംഗ് ന്യൂട്രലാക്കി മാറ്റുകയും ചെയ്തു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്, വിപ്രോ ലിമിറ്റഡ്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയവയുടെ ടാർഗറ്റാണ് ഗോൾഡ്മാൻ സാച്സ് കുറച്ചത്. 2026 ഫിനാൻഷ്യൽ ഇയറിലെ IT സെക്ടറിൻ്റെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 4% ഗോൾഡ്മാൻ സാച്സ് കുറച്ചു. ഇത് മുൻപത്തെ എസ്റ്റിമേഷനേക്കാൾ 230 ബേസിസ് പോയിന്റ് കുറവായിരുന്നു. കഴിഞ്ഞ വർഷത്തെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 3.5%. വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ IT സെക്ടറിലെ 60% കമ്പനികളെയും അമേരിക്കയുടെ എക്കണോമിക് ഡാറ്റ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം US GDP ഗ്രോത്ത് ഡാറ്റ എസ്റ്റിമേഷനിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. അനലിസ്റ്റുകൾ 2026 ഫിനാൻഷ്യൽ ഇയറിലെ US GDP ഗ്രോത്ത് ഡാറ്റ 2.4% നിന്നും 1.7% കുറയ്ക്കുകയും US എക്കോണമി റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത 15% നിന്നും 20% ഉയർത്തുകയും ചെയ്തു. ഇത് ഇന്ത്യൻ IT കമ്പനികളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക ഇന്ത്യൻ IT കമ്പനികൾക്കും അമേരിക്കയിലുള്ളതും അതുപോലെ തന്നെ ആഗോള കമ്പനികളുമായി ബന്ധമുണ്ട്. ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ അമേരിക്കയിലെ എക്കണോമിക് ഡാറ്റയിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതത്വങ്ങൾ മൂലം IT സെക്ടറിലെ കമ്പനികളുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിനെ അത് പ്രതികൂലമായി ബാധിച്ചേക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ IT സെക്ടറിലും പ്രകടമാകും. അമേരിക്കയിൽ ഏറ്റവും അധികം എക്സ്പോസറുള്ള ഇന്ത്യൻ IT കമ്പനി LTI Mindtree ആണ്. അതുകൊണ്ടാണ് ഗോൾഡ്മാൻ സാച്സ് LTI Mindtreeയുടെ റേറ്റിംഗ് റെഡ്യൂസ് ചെയ്തതും ടാർഗറ്റ് കുറയ്ക്കുകയും ചെയ്തത്. കൂടാതെ 2025 ജനുവരി-മാർച്ച് ക്വാർട്ടറിൽ IT സെക്ടറിലെ കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് ഫ്ലാറ്റ് ആയിരിക്കുമെന്നും ഗോൾഡ്മാൻ സാച്സ് പറയുന്നു. അതായത് വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും IT സെക്ടറിലെ കമ്പനികളിൽ നിന്നും ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് വേണം പ്രതീക്ഷിക്കാൻ. IT സെക്ടറിൻ്റെ എസ്റ്റിമേറ്റഡ് ഗ്രോത്ത് ഗൈഡൻസിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഗ്രോത്ത് ആയിരിക്കും ജനുവരി-മാർച്ച് മാസങ്ങളിൽ ഇന്ത്യൻ IT സെക്ടറിലെ കമ്പനികൾ പെർഫോം ചെയ്യുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാച്സ് 40ഓളം ഇന്ത്യൻ IT കമ്പനികളുടെ ഡോളർ റവന്യൂവിൽ 30 മുതൽ 70% അല്ലെങ്കിൽ ഡോളർ റവന്യൂവിൽ 30 മുതൽ 70 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും IT സെക്ടർ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. മറ്റുള്ള സെക്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ IT സെക്ടർ ദുർബലാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലെ IT സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഇൻട്രാഡേ പെർഫോമൻസ് നോക്കിയാൽ വിപ്രോ 2%, LTI Mindtree 1.8%, ഇൻഫോസിസ് 1.5%, HCL ടെക് 1%, എംഫസിസ് 0.92% ഇടിഞ്ഞിരുന്നു. ഈ സെക്ടറിൽ ഏറ്റവും അധികം എക്സ്പോസർ ഉള്ള കമ്പനി ആയതുകൊണ്ട് LTI Mindtreeയുടെ റേറ്റിംഗും ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. IT സെക്ടറിലെ മുൻനിര കമ്പനികൾക്ക് ഗോൾഡ്മാൻ സാച്സ് നൽകിയ റേറ്റിംഗും ടാർഗറ്റും കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് HCL ടെക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ HCL ടെക് 2% ഇടിഞ്ഞ് 1591 ക്ലോസിംഗ് നൽകി. HCL ടെക്കിന് ന്യൂട്രൽ റേറ്റിംഗും 1670 രൂപയുടെ ടാർഗറ്റുമാണ് ഗോൾഡ്മാൻ സാച്സ് നൽകിയത്. മുമ്പ് 1770 ആയിരുന്നു ടാർഗറ്റിൽ 2.4% കുറവ് ഗോൾഡ്മാൻ സാച്സ് വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് LTI Mindtree. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3.5% ഇടിഞ്ഞ് 4488 എത്തിയ സ്റ്റോക്കാണ്. LTI Mindtreeയുടെ ടാർഗറ്റ് 4500 ഗോൾഡ്മാൻ സാച്സ് കുറച്ചിട്ടുണ്ട്. മുമ്പ് 6570 ആയിരുന്നു ടാർഗറ്റ്. മൂന്നാമത്തേത് TCS. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.2% ഇടിഞ്ഞ് 3604 ക്ലോസിംഗ് നൽകി. TCSൻ്റെ ടാർഗറ്റ് 4230 കുറച്ചത്. മുമ്പ് 4550 രൂപയുടെ ടാർഗറ്റായിരുന്നു TCSന് ഗോൾഡ്മാൻ സാച്സ് നൽകിയത്. അതേസമയം TCSന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഗോൾഡ്മാൻ സാച്സ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിൻ്റെ ടാർഗറ്റ് 2100 നിന്നും 1790 കുറച്ചു. ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ് 1569 എത്തുകയും ചെയ്തു. ടെക് മഹീന്ദ്രയ്ക്ക് ഗോൾഡ്മാൻ സാച്സ് സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് 1450 കുറച്ചിട്ടുണ്ട്.
ടെക് മഹീന്ദ്ര കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.63% ഇടിഞ്ഞ് 1415 ട്രേഡ് ചെയ്യുന്നു. വിപ്രോയ്ക്കും ഗോൾഡ്മാൻ സാൻസ് സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് 256 കുറച്ചിട്ടുണ്ട്. വിപ്രോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3.5% ഇടിഞ്ഞ് 262 ട്രേഡ് ചെയ്യുന്നു. ഒട്ടുമിക്ക IT സെക്ടറിലെ സ്റ്റോക്കുകളും കറക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ പല കമ്പനികളുടെയും ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കണ്ടീഷൻ കൂടുതൽ മോശമാകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ ഒരൽപ്പം ജാഗ്രത പാലിക്കുക.